സ്വാതന്ത്ര്യദിന പതിപ്പ്. ഉള്ളടക്കം. ആമുഖം. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായത്. ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. അഹിംസ, സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ ആയുധങ്ങളിലൂടെയാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഈ ദിവസം രാജ്യത്തുടനീളം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രവും അഭിമാനകരവുമായ ദിനമാണ് അതിൻ്റെ സ്വാതന്ത്ര്യദിനം. ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 നടന്ന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ ഭാരതത്തിൽ ഉയർന്നുവന്ന ആദ്യത്തെ ജനകീയ പ്രക്ഷോഭമായിരുന്നു ഇത്. പതിറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിച്ച അമർഷത്തിൻ്റെ ഫലമായാണ് ഈ സമരം രൂപം കൊണ്ടത്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്ന ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ജനതയുടെ കോപത്തിൻ്റെയും അസംതൃപ്തിയുടെയും ഒരു പൊട്ടിത്തെറിയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം. ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്ത മനുഷ്യരെ ബ്രിട്ടീഷുകാർ ശിപ്പായികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. മൃഗത്തെപ്പോലെയാണ് ഇന്ത്യൻ പട്ടാളക്കാരെ അവർ കണ്ടത്. മംഗൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതിനെതിരെ പ്രതിഷേധിച്ച മംഗൽ പാണ്ഡെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. 1859 കലാപം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, മഹാവിപ്ലവം എന്നീ പേരുകളിലും ഇത് പ്രസിദ്ധമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1942 ഓഗസ്റ്റ് 8 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ ആരംഭിച്ച പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം അഥവാ ഓഗസ്റ്റ് പ്രസ്ഥാനം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഇതിലെ പ്രധാന മുദ്രാവാക്യം. ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ഈ സമരം ഓഗസ്റ്റ് ക്രാന്തി എന്നും അറിയപ്പെട്ടു. ബ്രിട്ടീഷുകാരോട് ഉടനെ തന്നെ ഇന്ത്യ വിട്ടു പോകണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഗാന്ധിജി ഓർമ്മിപ്പിച്ചു. ഈ പ്രസ്ഥാനത്തിൽ പൊതുജനങ്ങളും നേതാക്കളും അടങ്ങുന്ന വലിയൊരു കൂട്ടം ആളുകൾ തടവിലാക്കപ്പെട്ടു. പലരും ഈ പ്രസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങിയെങ്കിലും ഗാന്ധിജി സമരം തുടർന്നുകൊണ്ടേയിരുന്നു. 21 ദിവസം അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ നിർണായക പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ത്രിവർണ പതാക. രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമാണ് ദേശീയ പതാക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരവും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ധീര രക്തസാക്ഷികളുടെ ത്യാഗസ്മരണയുമാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശുകാരനായ സ്വാതന്ത്ര്യ സമര സേനാനി പിംഗലി വെങ്കയ്യയാണ്. കുങ്കുമം, വെളുപ്പ്, പച്ച എന്നീ 3 വർണ്ണങ്ങളാൽ മനോഹരമാണ് ഇന്ത്യയുടെ ദേശീയ പതാക. ഏറ്റവും മുകളിലായി കുങ്കുമ നിറം ത്യാഗത്തെയും നിഷ്പക്ഷതയെയും സൂചിപ്പിക്കുന്നു. മധ്യഭാഗത്ത് വെളുത്ത നിറം സമാധാനവും സത്യവും സൂചിപ്പിക്കുന്നു. പച്ച നിറം ഭൂമിയുടെ ബലപുഷ്ടത, വളർച്ച, ഐശ്വര്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ള നിറത്തിന് നടുവിലായി നീല നിറത്തിൽ അശോക ചക്രവും നൽകിയിട്ടുണ്ട്. അശോക ചക്രത്തിൽ 24 അഴികളും കൊടുത്തിട്ടുണ്ട്. പതാകയുടെ നീളം വീതിയും 3:2 അനുപാതത്തിലാണ്. സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഈ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് പരേഡുകളും ദേശഭക്തി ഗാനങ്ങളും നടത്തുന്നു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യ രംഗങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്യും. രാജ്യത്തുടനീളമുള്ള സ്ഥാപനങ്ങളിൽ പതാക ഉയർത്തൽ നടക്കാറുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ. 17-ാം നൂറ്റാണ്ടിൽ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രമേണ ഭാരതത്തിൻ്റെ ഭരണാധികാരികളായി മാറി. രാജ്യത്തെ സമ്പത്ത് ചൂഷണം ചെയ്യുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യം കവരുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിദേശാധിപത്യവും അവരുടെ ചൂഷണത്തിലും നിന്നാണ് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചത്. 1600-ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെത്തുന്നത്. ജഹാംഗീർ ചക്രവർത്തിയുടെ അനുമതിയോടുകൂടി അവർ സൂറത്തിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു. ക്രമേണ അവർ ശക്തി പ്രാപിക്കുകയും ചെയ്തു. 1757-ലെ പ്ലാസി യുദ്ധത്തിനു ശേഷം അവർ ഇന്ത്യയിൽ കൂടുതൽ വളർന്നു. സൈന്യസഹായ പദ്ധതി, ദത്തെടുക്കൽ അവകാശ നിരോധന നിയമം എന്നിവയിലൂടെ അവർ ഭൂരിഭാഗ നാട്ടുരാജ്യങ്ങളും അവരുടേതാക്കി മാറ്റി. ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ വൻ സാമ്പത്തിക ചൂഷണം സൃഷ്ടിച്ചു. കർഷകരുടെയും കരകൗശലക്കാരുടെയും തകർച്ചകൾ തുടങ്ങി. പട്ടിണിയും ക്ഷാമവും വർദ്ധിച്ചു. കേരളത്തിലെ കലാപങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളോടുമനുബന്ധിച്ച് കേരളത്തിലും പല പ്രക്ഷോഭങ്ങളും കലാപങ്ങളും നടന്നു. 1793 മുതൽ 1805 കാലഘട്ടത്തിൽ കേരളവർമ്മ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ പഴശ്ശി വിപ്ലവങ്ങൾ, 1812 രാമൻ തമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്യ ലഹള, 1721 ദക്ഷിണേന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ആറ്റിങ്ങൽ കലാപം. 1921 ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ബ്രിട്ടീഷ് ജന്മിത്തത്തിനെതിരെ നടന്ന ശക്തമായ പ്രക്ഷോഭമാണ് മലബാർ കലാപം. ഇത് മാപ്പിള ലഹള എന്ന പേരിലും അറിയപ്പെടുന്നു. 1941 കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. സ്വാതന്ത്ര്യ സമര സേനാനികൾ. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, റാണി ലക്ഷ്മിബായ്, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സരോജിനി നായിഡു, ചന്ദ്രശേഖർ ആസാദ് എന്നിവരാണ് ഇന്ത്യയിലെ പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ. അവരുടെ ധീര പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയത്. മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലെ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 3 പുത്രന്മാരിൽ ഇളയവനായിട്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു ഗാന്ധിജി. 30 കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര യജ്ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത്. മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1889 നവംബർ 4 അലഹബാദിൽ ജനിച്ചു. പണ്ഡിറ്റ് സമൂഹത്തിലുള്ള ബന്ധം കാരണം അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് അറിയപ്പെട്ടു. മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണി നെഹ്റുവിൻ്റെയും രണ്ടാമത്തെ പുത്രനായാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ഇന്ത്യൻ കുട്ടികൾ അദ്ദേഹത്തെ വാത്സല്യപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചു. സുഭാഷ് ചന്ദ്രബോസ് 1897 ജനുവരി 23 ഒറീസയിലെ കട്ടക്ക് എന്ന സ്ഥലത്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജനനം. വക്കീലായിരുന്ന ജാനകിനാഥ് ബോസിൻ്റെയും പ്രഭാവതിയുടെയും 9 മക്കളിൽ 6ാമനായി ജനനം. നേതാജി എന്ന പേരിൽ അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെട്ടു. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്ത് രാജ്യത്തെ യുവത്വത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അടുപ്പിച്ചു. വളരെ ശക്തനായ ഒരു സ്വാതന്ത്ര്യ സമര
സേനാനിയായിരുന്നു നേതാജി. തുടർച്ചയായി 2 തവണ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകുന്ന സ്വാതന്ത്ര്യമല്ല നമുക്ക് വേണ്ടത്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ദേശ് നായക് എന്നാണ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പതാക തിരംഗ, ചിഹ്നം അശോക സ്തംഭം, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ, ദേശീയ പക്ഷി ഇന്ത്യൻ മയിൽ, ദേശീയ പുഷ്പം താമര, ദേശീയ മരം ആൽമരം, ദേശീയ പഴം മാമ്പഴം, നദി ഗംഗ, ജലജീവി ഗംഗാ ഡോൾഫിൻ, പൈതൃക മൃഗം ഇന്ത്യൻ ആന. ദേശീയ ഗാനം ദേശീയ ഗീതം. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ഗാനം ആദ്യമായി അവതരിപ്പിച്ചത് 1950 ജനുവരി 24-നാണ്. ഈ ദിവസമാണ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത്. 1911 രവീന്ദ്രനാഥ് ടാഗോറാണ് ഇത് രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. 1870 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചത്. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്വിസും കൂടെ ഈ പതിപ്പിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ക്വിസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.